ആണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി കുറച്ച് വെള്ളം വെച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇത് നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ വേണം നമുക്ക് പാസ്ത ചേർക്കാനായിട്ട്. അപ്പോൾ അതിൽ കിടന്ന് പാസ്ത വേവും. ഇനി നമുക്ക് പാസ്ത ഇഷ്ടുവിന് വെജിറ്റബിൾസ് നല്ലോണം വേണം. നമ്മൾ അതിന് വേണ്ടി ഗ്രീൻ പീസ് 1/4 കപ്പ്, ഉരുളക്കിഴങ്ങ് 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, കോളിഫ്ലവർ 1/4 കപ്പ്, അല്ലി കടർത്തിയിട്ട് ഉപ്പും മഞ്ഞളും ഉള്ള ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുക്കി വെച്ചത്, ബീൻസ് 1/4 കപ്പ്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, സവാള ഒരെണ്ണം ചെറുതാക്കി നുറുക്കിയത്, വലിയ സവാളയാണ്, പച്ചമുളക് 5 എണ്ണം ചെരിച്ച് നുറുക്കിയത്, 1 കപ്പ് 1/4 പാല്, 3 കപ്പ് 2/2 പാലും, 25 ഗ്രാം അണ്ടിപ്പരിപ്പ് നമുക്ക് താളിക്കാനായിട്ട് വേണം. പിന്നെ 25 ഗ്രാം അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർക്കാൻ വെച്ചിട്ട് അരച്ച് ചേർക്കണം. മസാലയ്ക്ക് വേണ്ടി ചെറിയൊരു കഷ്ണം പട്ട, 5 ഏലക്കായ, 5 ഗ്രാമ്പു. ആദ്യം പാസ്ത വേവിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞൾ, ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ. ഇനി നമുക്ക് നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ പാസ്ത ചേർക്കണം. പാസ്ത ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം, വെള്ളത്തിൽ തന്നെ കിടന്ന്, അപ്പോഴൊന്ന് വേവുള്ളൂ. അടുത്തത് നമ്മളൊരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ 3 സ്പൂൺ നെയ്യ് ചേർത്ത് മസാലകൾ ചതച്ച് ചേർക്കാം. മസാലകളൊക്കെ ഒന്ന് ചതച്ച് ചേർക്കാം. ഏലക്കായ, ഗ്രാമ്പു, പട്ട, 3 കൂടി ഒന്ന് ചതച്ചിടാം. നെയ്യ് മൂത്തുണ്ട്, നമുക്ക് ഇതൊന്ന് ചേർക്കാം. മസാല മൂത്ത മണം വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. മസാല മൂത്ത് വരുമ്പോൾ നമ്മൾ നുറുക്കി വെച്ച സവോള, ബീൻസ്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ് ഇതൊന്ന് ഇളക്കി നിൽക്കണം, ഒന്ന് വഴന്ന് വരണം. ക്യാരറ്റ്, പച്ചമുളക്, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർക്കാം. ഇതൊന്ന് വാടി വരണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ പാസ്ത വെന്തോന്ന് നോക്കണം. 3-4 മിനിറ്റ് ആയിട്ട് പാസ്ത വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് കോരിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് എടുക്കാം. നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുകയും ചെയ്യാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 2/2 പാല് ചേർക്കാം. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് വെജിറ്റബിൾസൊക്കെ അതിൽ കിടന്നൊന്ന് വേവണം. ഇതൊന്ന് തിളച്ച് ഒന്ന് വെന്ത് കുറുകി വരണം. ഈ സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ട് പാലിലിട്ട് വെച്ചത് ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ എടുക്കാം. പിന്നെ കോൺഫ്ലവറിലും വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കി വയ്ക്കാം. 1 സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വയ്ക്കാം. കോൺഫ്ലവർ ഇഷ്ടുവിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടു കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കണം. അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് വെള്ളത്തിൽ കലക്കി വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ചേർക്കണം. ഇപ്പോൾ നമുക്ക് 25 ഗ്രാം കാഷ്നട്ട് പാലിൽ കുതിർത്തി വെച്ച് വെക്കണം. ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അത് ഇഷ്ടുവിന് കട്ടി കിട്ടാൻ വേണ്ടി നല്ലതാണ്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. നമുക്ക് ഇഷ്ടുവിന് കട്ടി കിട്ടാൻ വേണ്ടി ഇത് അവസാനം ചേർക്കാം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല വെജിറ്റബിൾസൊക്കെ നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് അരച്ച് ചേർത്തത് ചേർക്കണം. ഇഷ്ടുവിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി നമുക്ക് 1/4 പാല് ചേർക്കാം. തള വരുന്നുണ്ട്, ഒന്ന് കുറുകി വരാനായിട്ടാണ്. ഓറഞ്ച് നിറത്തിൽ ക്യാരറ്റും ഗ്രീൻ പീസൊക്കെ നല്ല ഭംഗിയിൽ കെടുക്കുന്നുണ്ട് ഇഷ്ടമില്ല. ഇനി 1/4 പാല് ചേർക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇത് വരണോടുകൂടി നിർത്താം. അത് കഴിഞ്ഞ് നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ചത്, നമ്മൾ കോൺഫ്ലവർ ഇഷ്ടൂന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ, അത് ചേർക്കാം.
അതിനുശേഷം നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി മുകളിൽ വിതറാം. അത് കഴിഞ്ഞ് ഇഷ്ടം താളിക്കാൻ വേണ്ടി നമുക്കൊരു വേറൊരു പാൻ വെച്ച് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് തള വരുന്നുണ്ട്. നമുക്ക് 1 പാൽ ചേർത്തിട്ട് വേഗം ഓഫ് ചെയ്യാം. പാൻ ചൂടാവുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് താളിക്കാം. അത് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ഇഷ്ടലിക്ക് ഓരോന്ന് ചേർക്കാനായിട്ട്. നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇപ്പോൾ ചേർക്കാം. നമുക്ക് വെന്തുടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ക്രിസ്പിൽ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനം പാസ്ത ചേർത്തത്. നമ്മൾ അതിന് സെപ്പറേറ്റ് പാസ്ത വേവിച്ചത്. ഇപ്പം നമ്മുടെ പാസ്ത ഇഷ്ടു നമുക്ക് താളിച്ചാൽ മതി. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി വെക്കാം. ഒരു പാൻ വെച്ച് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കാഷ്യൂനട്ട് ഒരു 25 ഗ്രാം നടു പൊട്ടിച്ചിടാം. ഇനി നമുക്ക് കാഷ്യൂനട്ട് ചേർക്കാം. പിന്നെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും ചേർക്കാം. മൂത്ത് വരുമ്പോൾ വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ഇഷ്ടു താളിക്കാം. ഈ ബാക്കിയുള്ള നെയ്യും കൂടി ഞാൻ ചേർക്കുന്നു. കാഷ്യൂനട്ടും ചുവന്നുള്ളിയും നല്ലോണം മുരിഞ്ഞിട്ട് ഇനി നമുക്ക് വേപ്പില ചേർക്കാം, പൊട്ടിച്ച് ചേർക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് വേപ്പിലയും ചുവന്നുള്ളിയും കാഷ്യൂനട്ടും ഇട്ട് താളിക്കാം. ഒരു 1/4 ടീസ്പൂൺ ഷുഗർ നമുക്ക് ചേർക്കാം. നമ്മുടെ പാസ്ത ഇഷ്ടു തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.